എറണാകുളം അങ്കമാലിയിൽ തുറന്ന എല്ലാ ബാങ്കുകളും സമരാനുകൂലികൾ അടപ്പിച്ചു. പെരുമ്പാവൂരിൽ മോൾ അടപ്പിക്കാൻ എത്തിയ സമരാനുകൂലികളെ പോലീസ് തിരിച്ചയച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മളിപ്പോ നോട്ടീസ് കൊടുത്തും നോട്ടീസ് കൊടുക്കാനും വിടും. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, പെരുമ്പാവൂരിലും അങ്കമാലിയിലും എന്താണ് സംഭവിച്ചത്? സമരാനുകൂലികളെ പോലീസ് പലയിടത്തും തിരിച്ചയച്ചു, കടകൾ അടപ്പിക്കാൻ എത്തിയവരെ തിരിച്ചയച്ചു എന്നും റിപ്പോർട്ടുകളുണ്ടല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത് റാഫി? വിജയകുമാർ, ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് എറണാകുളത്തെ പെരുമ്പാവൂരിലും അങ്കമാലിയിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സമരാനുകൂലികളും ഒപ്പം തന്നെ ഈ കടകൾ തുറക്കാനെത്തിയ ആളുകളുമായി വാക്കുതർക്കമുണ്ടായത്. എറണാകുളം അങ്കമാലിയിൽ പ്രവർത്തിച്ച ബാങ്കുകളെല്ലാം ഇന്ന് ഈ ദേശീയ പണിമുടക്കിന് പുറമെ പ്രവർത്തിച്ച സ്വകാര്യ ബാങ്കുകൾ അടക്കം എല്ലാം തന്നെ സമരാനുകൂലികൾ അടപ്പിച്ചു. ബാങ്കുകളിൽ നേരിട്ടെത്തിയായിരുന്നു സമരാനുകൂലികൾ വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി ബാങ്കുകൾ അടപ്പിച്ചത്. ഒപ്പം തന്നെ അങ്കമാലിയിലെ നഗരസഭയിലും സമരാനുകൂലികൾ എത്തി. നഗരസഭയിൽ സമരാനുകൂലികളും ഒപ്പം തന്നെ നഗരസഭാ ജീവനക്കാരും തമ്മിൽ ചെറിയ തോതിലുള്ള ബഹളവും ഉണ്ടായി. ഒപ്പം എറണാകുളം അങ്കമാലിയിലൂടെ തൃശ്ശൂർക്ക് യാത്ര ചെയ്ത തൃശ്ശൂർ മേയറുടെ വാഹനവും സമരാനുകൂലികൾ തടഞ്ഞു. ഈ വാഹനം തൃശ്ശൂർ മേയർ ആണ് വാഹനത്തിലുണ്ടായിരുന്നത്. മേയറാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമരാനുകൂലികൾ ഈ വാഹനം തടഞ്ഞത്. ഒപ്പം തന്നെ എറണാകുളം സമരാനുകൂലികൾ അടപ്പിച്ചു. ഇത് തടയാനെത്തിയ പോലീസും സമരാനുകൂലികളും തമ്മിൽ ചെറിയ തോതിലുള്ള ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. ഒപ്പം ഒക്കൽ ജംഗ്ഷനിൽ KSRTC ബസ് സമരാനുകൂലികൾ തടഞ്ഞു. മൂകാംബികയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച പോലീസ് എത്തിയാണ് ബസ് അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ പല ഭാഗത്തും സമരാനുകൂലികളും ഒപ്പം തന്നെ ഈ കടകൾ തുറക്കാനെത്തിയ ആളുകളും ബസ് ഡ്രൈവർമാരും ഒപ്പം ഈ മാളുകളും അടക്കമുള്ള സ്ഥലങ്ങളിലും